ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അക്വേറിയം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. 60 സെൻറ്റിമീറ്റർ നീളവും 60 സെൻറ്റിമീറ്റർ വീതിയും 80 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചിക്ലിറ്റ് ടാങ്കാണിത്. അക്വേറിയം മെയിൻ്റനൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മെഷീൻസ് എല്ലാം ഓഫ് ചെയ്യുക. അതിൽ ലൈറ്റ് ഒഴിച്ച് ഫിൽറ്റർ, ഹീറ്റർ, എയർ ബബിൾസ് ഇതെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് വെള്ളം മറ്റൊന്നിലേക്ക് മാറ്റുക. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫിഷിനെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. അതിനുശേഷം 1 by 1 ആയിട്ട് ഡെക്കറേഷൻസും അതിലുള്ള സ്റ്റോൺസും ഫിഷിനെയും എല്ലാം റിമൂവ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ ഫിഷിനെ മറ്റൊരു വെള്ളത്തിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ഫിഷ് ഡെഡാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് വെള്ളം ഡ്രെയിൻ ചെയ്യലാണ്. അതിനുവേണ്ടി നമുക്ക് ഹോസ് കണക്ട് ചെയ്യാം. ഈ ഹോസ് കണക്ട് ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 ജോലി ചെയ്ത് സമയം ലാഭിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഡെക്കറേഷൻസ് ക്ലീൻ ചെയ്യാം. അതിനുശേഷം സ്റ്റോണിനെ ഒരു 3-4 പാർട്ടാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരിക്കലും ഒറ്റയടിക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയരുത്. ആദ്യം ഒരു 25% വെള്ളം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഗ്ലാസ് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 50% റിമൂവ് ചെയ്യുക വെള്ളം. അതിനുശേഷം ആ ഏരിയ ക്ലീൻ ചെയ്ത് അങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ വെള്ളം നമ്മൾ വീണ്ടും ഫില്ല് ചെയ്ത് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടി വരും. ഈ അക്വേറിയം പെട്ടെന്ന് ഡേർട്ടി ആവാറുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ലൈറ്റ് ഇവർ ഓഫ് ചെയ്യാറില്ല. നമ്മൾ 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ലൈറ്റ് യൂസ് ചെയ്യേണ്ടത്. അതിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആൽഗെ ഫോമോ ഇതുപോലെ പെട്ടെന്ന് ഡേർട്ടി ആവും അക്വേറിയം. അതുകൂടാതെ ഇവർ ഫീഡിങ് ടൈമിൽ ഫിൽറ്റർ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല. ഇത് 2 കാരണങ്ങൾ കൊണ്ട് അക്വേറിയം പെട്ടെന്ന് ഡേർട്ടി ആവുന്നതാണ്. അവസാനമുള്ള വേസ്റ്റിന് ഇതുപോലെ നമ്മൾ പൈപ്പ് കൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ പുതിയ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ അതിലേക്ക് ആ വേസ്റ്റ് കൂടി ഇതിലോട്ടിടാം. ഇത് ഈ അക്വേറിയത്തിൻ്റെ എയർ റിംഗ് ആണ്. അതിനുശേഷം നമ്മൾ ഗ്രാവൽ സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചിത് അക്വേറിയത്തിലേക്ക് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡറിൽ വെക്കുക, സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ എയർ റിങ് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എല്ലാം റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഫിഷ് അക്വേറിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്ലാന്റഡ് അക്വേറിയം ഒരിക്കലും മുഴുവനായിട്ട് റിമൂവ് ചെയ്യില്ല. അതിൻ്റെ അണ്ടർ ഗ്രാവൽ ഒന്നും റിമൂവ് ചെയ്യില്ല, പ്ലാന്റ്സ് റിമൂവ് ചെയ്യില്ല. നമ്മൾ ഫിഷ് അക്വേറിയത്തിൽ മാത്രമേ എല്ലാ ഐറ്റംസും റിമൂവ് ചെയ്ത് 100% ക്ലീൻ ആക്കും. പ്ലാന്റഡ് അക്വേറിയം ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നുണ്ട്. ഈ അക്വേറിയത്തിൻ്റെ ബേസിലിടുന്ന സ്റ്റോൺ ഒഴിച്ച് ബാക്കി എന്ത് വെക്കുമ്പോഴും നമ്മൾ പ്ലേസ് മാറ്റി വെക്കുക. അപ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും എപ്പോഴും അക്വേറിയത്തിന്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്കിനി വെള്ളം ഫില്ല് ചെയ്യാം. വെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഫിൽറ്റർ, ഹീറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കണക്ട് ചെയ്യുക. 60% വെള്ളം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആൻറ്റി ക്ലോറിനും ഗുഡ് ബാക്ടീരിയ മെഡിസിനും ബെനിഫിഷ്യൽ ബാക്ടീരിയ മെഡിസിനും ആഡ് ചെയ്യുക. അതിനുശേഷം 100% വെള്ളം ചെക്ക് ചെയ്യുക, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ വരുന്നത് 28 to 30 ചിക്ക്ലെറ്റിൻ്റെ ടെമ്പറേച്ചർ. അതിനുശേഷം നമുക്ക് ഫിഷിനെ ആഡ് ചെയ്യാവുന്നതാണ്. 2.5 മുതൽ 3 മണിക്കൂർ വരെ വരുന്ന വർക്കാണിത്. അത് നമ്മൾ 6 മിനിറ്റിലായി കാണിച്ചു തന്നേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങളിനായി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതുപോലുള്ള നല്ല അക്വേറിയം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക. താങ്ക് യു.